ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് പേഴ്സണൽ റീഡിങ്സ് ഒരു പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അഡ്വാൻസിലെല്ലാം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മെമ്പർ ആവുക, ലിങ്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ്, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസം, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഹായ്, നമസ്കാരം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ജൂലൈ മാസത്തിൻ്റെ 5 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 7 ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ജൂലൈ മാസത്തിൻ്റെ കറണ്ട് എനർജി 4 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വേൾഡ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് വാൻഡ്സ്. ഹിഡൻ ഫാക്ടറിൽ 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കം ഈ കാർഡാണ്. അപ്പോൾ ടോറസ്, ഇവിടെ ഞാൻ കാണുന്നത് 5 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ആക്ച്വലി ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്, വഴക്കിൻ്റെ എനർജി. നിങ്ങളും വേറൊരു പേഴ്സൻ്റെ അടുക്കെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഇല്ല വെച്ചാൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ഒരു റിലേഷൻഷിപ്പിൽ വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യണ എനർജി ആവാം. 5 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഇവിടെ നിങ്ങളും വേറൊരു പേഴ്സൻ്റെ കൂടെ കുറേ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവിടെ ഈ പേഴ്സൺ ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതല്ല വെച്ചാൽ അക്വേറിയസ്, ലീബ്ര, ജെമിനി പേഴ്സൺ ആവാം. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി വേറെ ആൾക്കാർ ഇൻവോൾവ് ആണ്. ഇതൊരു റിലേഷൻഷിപ്പിൽ ആവാം, അതല്ല വെച്ചാൽ ഓഫീസ് പോളിറ്റിക്സ് ആവാം. ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് കൺഫ്യൂഷനാണ്, ഒരു സ്റ്റെബിലിറ്റി ഇല്ല, കുറേ ഓപ്ഷൻസ് ഉള്ള എനർജി. അപ്പോൾ ഇതെന്താണ് ഇവിടെ? 7 ഓഫ് കപ്സ്, 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റേബിളായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ, കുറേ ആൾക്കാർ ഇൻവോൾവ് ആണ്, ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത എനർജി. അതുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷന് കുറച്ചൊരു എനർജി വിഡ്രോ ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല. 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. അപ്പോൾ 4 ഓഫ് കപ്സ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജിയാണ്. നിങ്ങളൊരു സിറ്റുവേഷനിൽ അത്ര ഇപ്പോൾ എഫേർട്ട് ഇടില്ല മുമ്പത്തെ മാതിരി. ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ് നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. കരിയറിൽ നിങ്ങൾക്ക് ഈ മാസം കുറേ സക്സസ് ഉണ്ടാവും. 10 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ 10 ഓഫ് വാൻഡ്സ് ഒരു എന്തോ ഒരു ബാഗേജ് നിങ്ങൾ റിലീസ് ചെയ്യണോ, ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ റിലീസ് ചെയ്യണോ. വേൾഡാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു വലിയ അച്ചീവ്മെൻറ്റ്, കരിയർ അച്ചീവ്മെൻറ്റ് ആവാം. പക്ഷേ റിലേഷൻഷിപ്സിൽ ഇതൊരു എൻഡിങ്ങും ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫിലേക്ക് പോകണു. ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതൊരു കുറേ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. 7 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ 7 ഓഫ് സോഡ്സ് എന്താണ് കാണുന്നത്? ക്വീൻ ഓഫ് കപ്സ്. സ്പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ഉണ്ട് ഫ്യൂച്ചറിൽ. പക്ഷേ ഇവിടെ ഇഷ്യൂ എന്താ വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ
ഈ പേഴ്സണെ അത്ര എക്നോളജ് ചെയ്യില്ല, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്ര എഫേർട്ട് ഇടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പേടി അത് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ആദ്യം വർക്കൗട്ട് ചെയ്യോ ഇല്ലേന്ന്. അപ്പോൾ ഇത് സെൽഫ് സാബോട്ടാജിൻ്റെ എനർജിയാണ്. 7 ഓഫ് സോഡ്സ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. അപ്പോൾ ഈ മാസം ചാലഞ്ച് നിങ്ങളുടെ ഈ കുറേ ഒരു സ്ലോ മൂവിങ് എനർജിയാണ് ഞാൻ കാണുന്നത്, എസ്പെഷ്യലി റിലേഷൻഷിപ്സിൽ. ഓക്കെ, ഒന്നും ഒരു മുമ്പോട്ട് പോവാത്ത മാതിരി ഒരു എനർജി. ഓൾദോ ഇവിടെ പ്രോഗ്രസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ട മാതിരി പ്രോഗ്രസ് ഇല്ല ഈ മാസം. അതുകൊണ്ട് എന്തോ ഒരു എൻഡിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യാണ്ട് ഇവിടെ ഞാനൊരു എൻഡിങ് കാണേണ്ട ഒരു ബിട്രയലിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ടയേർഡാണ്, ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും എഫേർട്ട് ഇടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇമോഷണലി ഡ്രെയിൻഡ് ആണ് നിങ്ങൾ. കിങ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് തരണത് എന്താ വെച്ചാൽ, ഇവിടെ ഒരു പുതിയ പേഴ്സൺ കാണാണ്ട്, അതല്ല ചെയ്ത പാസ്റ്റ് പേഴ്സൺ ആവാം, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനെ വിട്ടിട്ട് മുമ്പോട്ട് പോണു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, വേറൊരു കൺട്രി, വേറൊരു സിറ്റിയിലേക്ക് മൂവ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അത് വിട്ടിട്ട് നിങ്ങളിപ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ സമയത്തിൽ ആണ് പോണത്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് അതായിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു പീസ്ഫുൾ സമയം വേണമെന്ന്. അപ്പോൾ ആ വിഷ് ഇവിടെ ഫുൾഫിൽ ആവുന്നുണ്ട്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ കരിയറിൽ കുറേ സക്സസ് ഉണ്ട്, കുറേ ബിസി സമയമാണ് കരിയറിൽ. 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ലോസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ലോസായി ഫീൽ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ ഇമോഷണൽ ലോസ്. പക്ഷേ കരിയറിൽ അങ്ങനെ തന്നെ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പാർട്ട് ഓഫ് ലൈഫിൽ അത്ര സക്സസ് ഉണ്ടാവില്ല, പക്ഷേ കരിയറിൽ കുറേ സക്സസ് ഉണ്ട്, കുറേ സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഔട്ട്കം നിങ്ങളുടെ ക്വീൻ ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഈ മാസം ആദ്യം ഞാനൊരു ഫയർ സൈൻ ആണ് ഇവിടെ കാണുന്നത്. ടെമ്പറൻസ്, ഒരു ബാലൻസ്, ഹീലിംഗിൻ്റെ എനർജി. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിലൊരു നിങ്ങൾ ആ സെൽഫ് കോൺഫിഡൻസിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ഈ മാസം കുറച്ച് ലോ ആയി ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. പക്ഷേ ഒരു പുതിയ ബിഗിനിങ്ങും വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളത് ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു വാട്ടർ സൈനിൻ്റെ കൂടെ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. കുറേ ആൾക്കാർ നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അതല്ല ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓൺലൈൻ പേജിനൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. 2 ഓഫ് വോൺസ്. എല്ലാം കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുണ്ടാച്ചാൽ, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാച്ചാൽ സൂക്ഷിച്ചിട്ട് നല്ല പോലെ പ്ലാൻ ചെയ്തിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. ഞാൻ എസ്പെഷ്യലി ഇവിടെ ഒരു പുറമെ പോകണ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുറമെ പോകാൻ ചാൻസ് പറഞ്ഞ പ്ലാൻ ഉണ്ടെച്ചാൽ ഞാൻ അത് ഒരു സക്സസ് ആയിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഈ മാസം എടുക്കാൻ തുടങ്ങാം. പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ആ സ്റ്റെപ്സൊക്കെ ഈ മാസം നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ കാണുന്നത് ഇത് ഒരു പോസിറ്റീവ് മാസമാണ്. നിങ്ങളുടെ ലവ് ലൈഫ്, റൊമാൻറ്റിക് ലൈഫിൽ കുറച്ചൊരു നെഗറ്റീവ് എനർജി ഉണ്ട്, പക്ഷേ കരിയറിൽ കുറേ സക്സസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജ്? ഡോണ്ട് സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സും പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ വർക്കൗട്ട് ചെയ്യണില്ല വെച്ചാലും ഡോണ്ട് സ്റ്റോപ്പ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മറ്റേ കാര്യങ്ങൾ, കരിയർ, ഹെൽത്ത്, അതിലൊക്കെ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കുറേ ഗ്രോത്ത് ഉണ്ട്, കുറേ സക്സസ് ഉണ്ട്. അപ്പോൾ ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങളുടെ പ്ലാൻസിലൊക്കെ ഒരു ബ്ലോക്ക് ചെയ്യരുത്, എല്ലാം മുമ്പോട്ട് പോകട്ടെ. പ്ലാൻ ചെയ്യണ മാതിരി തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ടോറസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് പാസ്റ്റ് പേഴ്സണിൻ്റെ സൈൻ ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ആൻഡ് ഫ്യൂച്ചർ പേഴ്സണിൻ്റെ സൈൻ വാട്ടർ സൈൻ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തുന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.